Hi, my dear students. You are going to listen the Malayalam explanation of NCERT Class 10 English, Unit 8, Mitchell the Otter, written by Gavin Maxwell. So the part 1 ആണ് ട്ടോ. Gavin Maxwell lives in a cottage in Camusferna in the West Highlands in Scotland. ഇപ്പൊ ഗാവിൻ മാക്സ്വെൽ എന്ന് പറയുന്ന നമ്മുടെ റൈറ്റർ ജീവിച്ചിരുന്നത് വെസ്റ്റ് ഹൈലൻഡിലെ സ്കോട്ട്ലൻഡിലെ ക്യാമസ്ഫെർണ എന്ന സ്ഥലത്തായിരുന്നു. When his dog Johnny died, Maxwell was too sad to think of keeping a dog again. അപ്പൊ അദ്ദേഹത്തിന്റെ ഡോഗായ ജോണി അത് മരിച്ചു പോയപ്പോ ഭയങ്കര സങ്കടമായി. അദ്ദേഹത്തിന് വീണ്ടും ഒരു ഡോഗിനെ കീപ്പ് ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു. ബട്ട് ലൈഫ് വിത്തൗട്ട് എ പെറ്റ് വാസ് ലോൺലി. പക്ഷെ ഒരു പെറ്റ് ഇല്ലാത്ത ലൈഫ് അദ്ദേഹത്തിന് ഭയങ്കര ലോൺലി ആയിട്ട് ഫീൽ ചെയ്തു. Read what happened then in Maxwell's own words. അതിനുശേഷം മാക്സ്വെല്ലിന്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് മാക്സ്വെല്ലിന്റെ ഓൺ വേർഡ്സിൽ നമുക്ക് വായിക്കാം. Early in the new year of 1956, I traveled to southern Iraq. ഇപ്പൊ ന്യൂ ഇയർ ടൈമിൽ 1956 നമ്മുടെ റൈറ്റർ സതേൺ ഇറാഖിലേക്ക് ട്രാവൽ ചെയ്യുകയായിരുന്നു. By then, it had crossed my mind that I should like to keep an otter instead of a dog. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്ത വരികയാണ്, ഒരു ഡോഗിനെ കീപ്പ് ചെയ്യുന്നതിന് പകരം ഒരു ഒട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീർനായ, വെള്ളത്തിലൊക്കെയാണ് ജീവിക്കുന്നതാണ് അതിനിഷ്ടം, അതിനെ കീപ്പ് ചെയ്താലോ അതിനെ വളർത്തിയാലോ എന്ന്. And that Camusferna, ringed by water, a stone's throw from its door, would be an eminently suitable spot for this experiment. അപ്പൊ ക്യാമസ്ഫെർണ എന്ന് പറയുന്ന അദ്ദേഹം ജീവിക്കുന്ന സ്ഥലം, സ്കോട്ട്ലൻഡിലെ സ്ഥലം, അതൊരു ഐലൻഡ് ആണ്, അതിന് ചുറ്റും വെള്ളമാണ്. അപ്പൊ ഈ ഒട്ടറിനെ വളർത്തിയ, ഒട്ടറിന് വെള്ളം ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ആ ഒട്ടർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ എമിനന്റ്ലി സ്യൂട്ടബിൾ സ്പോട്ട്, ഹൈലി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നാണ്. ഒരു നീർനായനെ വളർത്താൻ പറ്റിയ സ്ഥലമാണ് ാണ് അദ്ദേഹം ജീവിക്കുന്നത്. When I casually mentioned this to a friend, he as casually replied that I had better get one in the Tigris marshes, for they were as common as mosquitoes. അപ്പോ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനോട് കാഷ്വലി പറയണം, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന്. അപ്പൊ അദ്ദേഹം വളരെ കാഷ്വലി റിപ്ലൈ ചെയ്തു, എന്താണ്, ടൈഗ്രിസ് മാർഷസ് എന്ന് പറയുന്ന ഒരു ഏരിയയില് ഈ ഒട്ടേഴ്സ് കോമൺ ആണ്, മൊസ്കിറ്റോസ് പോലെ കോമൺ ആണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഒട്ടേഴ്സിനെ കാണാൻ പറ്റും. ആൻഡ് ദേ ആർ ഓഫൺ ടൈം ബൈ ദ അറബ്സ്. അറബികള് ഈ ഒട്ടേഴ്സിനെ ടൈം ചെയ്ത് വളർത്താറുമുണ്ട്. വി വർ ഗോയിങ് ടു ബസ്ര ടു ദ കോൺസുലേറ്റ് ജനറൽ ടു കളക്ട് ആൻഡ് ആൻസർ അവർ മെയിൽ ഫ്രം യൂറോപ്പ്. അപ്പൊ ഇവര് ബസ്ര എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യാണ്, ആര്, ഫ്രണ്ടും നമ്മുടെ റൈറ്റർ ഗാവിൻ മാക്സ്വെല്ലും കൂടി അവിടുത്തെ കോൺസുലേറ്റ് ജനറലില് അവിടെ ചെന്നിട്ട് കുറച്ച് മെയിലൊക്കെ കിട്ടാനുണ്ടായിരുന്നു, അവിടെ ഒരു മെയിലിന് റിപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. At the consulate general, we found that my friend's mail had arrived, but that mine had not. അപ്പൊ അവിടെ ചെന്നപ്പോ കോൺസുലേറ്റ് ജനറലിന്റെ അവിടെ ഓഫീസിൽ ചെന്നപ്പോഴാണ് ഫ്രണ്ടിന്റെ മെയിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന്റെ ഗാവിൻ മാക്സ്വെല്ലിന്റെ മെയിൽ അവിടെ വന്നിട്ടില്ല. I cabled to England. അപ്പോ അദ്ദേഹം ഒരു മെസ്സേജ്, ടെലിഗ്രാഫ് മെസ്സേജ് കൊടുത്തു ഇംഗ്ലണ്ടിലേക്ക്. And when 3 days later nothing had happened, 3 ദിവസമായിട്ട് ഒന്നും സംഭവിച്ചില്ല. I tried to telephone, കോൾ ചെയ്ത് നോക്കി. The call had to be booked 24 hours in advance. അപ്പോ കോള് 24 മണിക്കൂർ മുമ്പ് ബുക്ക് ചെയ്യണം, എന്നാലേ കോൾ വിളിക്കാൻ പറ്റും. On the first day the line was out of order. On the second the exchange was closed for a religious holiday. ആദ്യത്തെ ദിവസം ലൈൻ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു, സെക്കൻഡ് ഡേ റിലീജിയസ് ഹോളിഡേ ആയിരുന്നു, എക്സ്ചേഞ്ച് ക്ലോസ്ഡ് ആയിരുന്നു. ഓൺ ദ തേർഡ് ഡേ ദർ വാസ് അനദർ ബ്രേക്ക് ഡൗൺ, വേറൊരു പ്രോബ്ലവും വന്നു തേർഡ് ഡേ. മൈ ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ടിന് ലെറ്റർ മെയിൽ വന്നതുകൊണ്ട് പുള്ളി പോയി. ആൻഡ് ഐ അറേഞ്ച് ടു മീറ്റ് ഹിം ഇൻ എ വീക്സ് ടൈം. ഞാൻ പറഞ്ഞു ഒരു വീക്കിനുള്ളിൽ നമുക്ക് കാണാം. 5 days later the mail arrived. 5 ദിവസത്തിന് ശേഷമാണ് മെയില് തിരിച്ചു വന്നത്. I carried it to my bedroom to read, and there squatting on the floor were 2 Arabs. അപ്പൊ ഈ മെയിലും ഒക്കെ ആയിട്ട് താമസിക്കുന്ന ബെഡ്റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ നോക്കുമ്പം ഫ്ലോറില് സ്ക്വാറ്റിംഗ് എന്ന് വെച്ചാൽ കൗച്ച് സിറ്റ് വിത്ത് വൺസ് നീസ് ബെൻഡ്, താഴെ ഇങ്ങനെ നീസൊക്കെ ബെൻഡ് ചെയ്ത് ആരിയ്ക്കാണ്, 2 Arabs beside them. ഇനി ഈ അറബ്സിന്റെ അടുത്ത് എന്തുണ്ട്, ഒരു സാക്ക് that screamed from time to
ടൈം. ഒരു ചാക്ക്, ആ ചാക്ക് ഇങ്ങനെ ടൈം ടു ടൈം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദേ ഹാൻഡഡ് മീ എ നോട്ട് ഫ്രം മൈ ഫ്രണ്ട്. ഇപ്പൊ ഈ അറബികള് ഒരു നോട്ടും കൊടുത്തു. ഹിയർ ഈസ് യുവർ ഒട്ടർ. ആ ഒട്ടർ ആ ലെറ്റർ ആരുടെ കയ്യിൽ നിന്നുള്ളതായിരുന്നു? ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഫ്രണ്ട് കൊടുത്ത ലെറ്റർ ആയിരുന്നു. അതിന്റെ അകത്ത് എന്താ എഴുതിയിരുന്നേ? ഹിയർ ഈസ് യുവർ ഒട്ടർ. ഇതാ നിന്റെ ഒട്ടർ, നീർനായ. With the opening of that sack began a phase of my life that has not yet ended and may, for all I know, not end before I do. അപ്പൊ ആ ചാക്ക് തുറന്നപ്പോ എന്റെ ജീവിതത്തിന്റെ ഒരു പുതിയ ലൈഫാണ്, ലൈഫിന്റെ തുടക്കമായിരുന്നു അത്. And may, for all I know, not end before I do. It is in effect a thraldom to others. Thraldom to otters. Thraldom എന്ന് വെച്ചാൽ being under the control of otters. An otter fixation. Fixation means a very strong attachment or feeling. അത് തുറന്നപ്പോ ഒരിക്കലും ഇദ്ദേഹം അറിഞ്ഞിരുന്നില്ല ഒരു വലിയൊരു ഫീലിംഗ് ഓഫ് അറ്റാച്ച്മെന്റ്, ഭയങ്കര ഒരു മനസ്സിനൊരു എന്താണ് ലവ് ഫീലിംഗ് വരുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ അതിന്റെ കൺട്രോളിലായിരിക്കും ഞാൻ അറിഞ്ഞില്ല. ദാറ്റ് ഐ ഹാവ് സിൻസ് ഫൗണ്ട് ടു ബി ഷെയർഡ് ബൈ മോസ്റ്റ് അതർ പീപ്പിൾ ഹു ഹാവ് എവർ ഓൺ വൺ. അപ്പോ അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇതൊരു എന്താണ് ഒരു അത്രയ്ക്കൊരു അറ്റാച്ച്മെന്റ് വരുന്നു. അത് മാത്രമല്ല, ഹി ഡെവലപ്പ് ഡീപ്പ് അഫെക്ഷൻ and a unique bond with the otter that could only be understood by others who have ever owned an otter. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഡീപ്പ് അഫെക്ഷനും ഒരു യുണീക് ബോണ്ടൊക്കെ ലേറ്റസ്റ്റ് ലൈഫിൽ ഈ ഒട്ടറുമായിട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. ആരും അങ്ങനെ ഒട്ടറിനെ ഒന്നും യൂസ് അങ്ങനെ പെറ്റായിട്ട് വളർത്താറില്ലല്ലോ. The creature that emerged from this sack onto the spacious tiled floor of the consulate bedroom resembled most of all a very small medievally conceived dragon. അപ്പൊ ഈ ക്രീച്ചർ ആ ചാക്കിൽ നിന്ന് വളരെ വിശാലമായ ടൈൽഡ് ഫ്ലോർ കോൺസുലേറ്റിലെ ബെഡ്റൂമിലെ ആ ഫ്ലോറിലേക്ക് ചാടുകയാണ്. അത് ചെറുതായിരുന്നു. മിഡീവലി കൺസീവ്ഡ് മീൻസ് ആൻ ഇമാജിനേഷൻ ഓഫ് ദ മിഡിൽ ഏജസ്. ഒരു മിഡിൽ ഏജസിലെ ഒരു ഇമാജിനേഷനിൽ പറയുന്ന ഒരു ഡ്രാഗണിനെ പോലെ തോന്നിച്ചു പെട്ടെന്ന്. From the head to the tip of the tail, he was coated with symmetrical pointed scales of mud armor. അപ്പൊ ആ ഒട്ടറിന്റെ മേൾഭാഗം മുതൽ താഴെ വരെ ഭയങ്കര കട്ടിയില് മണ്ണ് ഇങ്ങനെ കട്ടി പിടിച്ച് നിൽക്കുമായിരുന്നു, അതിനെ കവർ ചെയ്ത് നിൽക്കുമായിരുന്നു. Between whose tips was visible a soft velvet fur like that of a chocolate brown mole. അപ്പൊ അത് നോക്കുമ്പോ അതിന്റെ ഇടയിലൂടെ അതിനെ പയ്യൊരു വെൽവെറ്റ് ഫർ കാണാം. അതിന് എന്ത് കളറായിരുന്നു? ചോക്ലേറ്റ് ബ്രൗൺ കളറായിരുന്നു. മോൾ എന്ന് വെച്ചൊരു പെരുച്ചാരി പോലെ. He shook himself. ആ ഒട്ടർ ഒന്ന് അനങ്ങി, കുലുങ്ങി. And I half expected a cloud of dust. ഞാൻ വിചാരിച്ചു ഒരു കെട്ട് പൊടി ഉണ്ടാവുമെന്ന്. But in fact it was not for another month that I managed to remove the last of the mud and see the otter as it were in his true colors. അപ്പൊ ഏകദേശം 1 മന്തോളം എടുത്തു. എന്തിന്? അതിന്റെ മണ്ടൊക്കെ ശരീരത്തിൽ നിന്ന് മാറി അതിന്റെ ഒറിജിനൽ കളർ, ട്രൂ കളർ കാണാൻ വേണ്ടിയിട്ട്. Midgebill, as I called the otter, was in fact of a race previously unknown to science and was at length christened by zoologists Lutrogale Perspicillata maxwelli. ഇപ്പൊ മിഡ്ജിബിൽ എന്ന് പറയുന്ന ഇത് ഒട്ടറിന്റെ ഒരു ഒട്ടറാണ്, ഓൾറെഡി പറഞ്ഞു. അപ്പൊ അതിന് സയൻസിനെ ഒട്ടറിനെ കുറിച്ച് വലിയൊരു പിടിപാടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സുവോളജിസ്റ്റ് ആയ ലുട്രോഗ്ലെയിൻ പെർസ്പിലിച്ച മാക്സ്വെല്ലി എന്ന് പറയുന്ന വ്യക്തി ഇതിനെക്കുറിച്ച് കണ്ടുപിടിക്കുകയും അതിനൊരു നെയിം കൊടുക്കുകയും ചെയ്തു. ക്രിസ്ത്യൻ എന്ന് വെച്ചാൽ നെയിം കൊടുത്തു. എന്ത് നെയിമാണ് കൊടുത്തത്? മാക്സ്വെൽസ് ഒട്ടർ എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ്. For the first 24 hours, Midgebill was neither hostile nor friendly. ആദ്യത്തെ ഒരു 24 മണിക്കൂർ നമ്മുടെ ഒട്ടർ അത്ര ഫ്രണ്ട്ലി ആയിരുന്നില്ല, അൺഫ്രണ്ട്ലിയുമായിരുന്നില്ല. He was simply aloof and indifferent. Aloof and indifferent means keeping a distance. അത് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് നിൽക്കുമായിരുന്നു. Choosing to sleep on the floor as far as from my bed as possible. അതാണെങ്കിൽ ഈ ഇദ്ദേഹത്തിന്റെ ബെഡിൽ നിന്ന് ദൂരെ പോയി കിടക്കാനാണ് ആദ്യത്തെ ദിവസം ശ്രമിച്ചത്.
The second night, പക്ഷെ second nightലോ Mijbil came onto my bed in the small hours and remained asleep in the crook of my knees. സെക്കൻഡ് ഡേ തന്നെ അത് ബെഡിലൊക്കെ കയറി ആ നീസിന്റെ ഇടയിൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങി. അണ്ടർ ദ സെർവൻ ബ്രോട്ട് ടീ ഇൻ ദ മോർണിംഗ്. അപ്പൊ മോർണിംഗിൽ നോക്കുമ്പോ അത് അവിടെ കിടക്കാണ്. സെർവന്റ് ടീ കൊണ്ടുവന്നപ്പോഴാണ് അദ്ദേഹം കണ്ടത്. And during the day he began to lose his apathy and taken a much too keen interest in his surroundings. അപ്പൊ പിന്നത്തെ ദിവസം മുതൽ നമ്മുടെ ഒട്ടറിന് ഭയങ്കര എന്താണ് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ആ സറൗണ്ടിങ്സിനോട് വരാൻ തുടങ്ങി. I made a body belt for him. അപ്പൊ ഇദ്ദേഹം ഒരു ബോഡി ബെൽറ്റ് ഒക്കെ നമ്മുടെ ഒട്ടറിന് ഉണ്ടാക്കി. And took him on the lead to the bathroom. എന്നിട്ട് വലിച്ചുകൊണ്ട് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി. Where for half an hour he went wild with joy in the water. ഇപ്പൊ ഏകദേശം ഹാഫ് ആൻ അവർ അവിടുത്തെ ബാത്റൂമിലെ വെള്ളത്തിൽ കളിക്കുകയാണ് സന്തോഷിച്ച്. Plunging and rolling in it, shooting up and down the length of the bathtub underwater. ബാത്ടബിലെ വാട്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊങ്ങിയും ചാടിയും റോളൊക്കെ ചെയ്ത് ഭയങ്കര എൻജോയ്മെന്റിൽ കളിക്കുകയാണ് നമ്മുടെ ഒട്ടർ. And making enough slosh and splash for the hippo. ഒരു ഹിപ്പോപ്പൊട്ടാമസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെള്ളമൊക്കെ തെറിപ്പിക്കുന്നുണ്ട്. This I was to learn is the characteristics of otters. അപ്പോ അത് ഒരു ഒട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്ത്? Every drop of water must be, so to speak, extended and spread about the place. A bowl must at once be overturned, or if it will not be overturned, we sat in and splashed in until it overflows. അപ്പൊ ഈ എന്താണ് നമ്മുടെ ഒട്ടറുകൾക്ക് എപ്പോഴും കെട്ടി നിൽക്കുന്ന വെള്ളത്തേക്കായൊക്കെ ഇഷ്ടം ഒഴുകുന്ന വെള്ളമാണ്. അപ്പൊ ഈ വാട്ടറിന്റെ പൈപ്പിക്കട വന്ന വെള്ളം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് അത്ര ഇഷ്ടമല്ല. Then water must be kept on the move and made to do things. When static, it was wasted and provoking. അപ്പൊ അതിന് provoking എന്ന് വെച്ചാൽ causing anger or some other reaction. ഇപ്പൊ ഇങ്ങനത്തെ വെള്ളം അതിന് അത്ര ഇഷ്ടമല്ല, ചെറിയൊരു ദേഷ്യമൊക്കെ വരും. 2 days later, Mijbil escaped from my bedroom as I entered it, and I turned to see his tail disappearing round the bend of the corridor that led to the bathroom. ഇപ്പൊ രണ്ടാമത്തെ ദിവസം നോക്കുമ്പോ മിജ്ബിൽ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു, കാണാനില്ല. നോക്കുമ്പോ ബാത്റൂമിന്റെ ആ ഒരു കോറിഡോറിൽ നോക്കുമ്പോ ടെയിൽ കണ്ടു. By the time I got there, he was up on the end of the bathtub and fumbling at the chromium taps with his paws. അപ്പൊ ഫംബ്ലിംഗ് എന്ന് വെച്ചാൽ trying to do something in clumsy manner. അപ്പൊ അവിടെ ഒരു ക്രോമിയം ടാപ്പ് ഉണ്ട്, മെറ്റലിന്റെ ടാപ്പ് ഉണ്ടല്ലോ, അതിങ്ങനെ ബാത്ടബില് തുറക്കാൻ നോക്കുകയാണ്. I watched amazed. In less than a minute he had turned the tap far enough to produce a trickle of water. അപ്പൊ നോക്കുമ്പോ 1 മിനിറ്റിനുള്ളിൽ ആ ഒട്ടർ ആ ടാപ്പ് കൈകൊണ്ട് പയ്യെ തുറക്കുകയാണ്. അപ്പൊ കുറച്ച് വാട്ടർ വരാൻ പാകത്തിന്. And after a moment or two achieved the full flow. അടുത്ത നിമിഷം അത് ആ പൈപ്പ് നന്നായിട്ട് തുറന്നു. He had been luckily to turn the tap the right way. On later occasions he would sometimes screw it up still tighter. അപ്പൊ ആ ഒട്ടർ നന്നായിട്ട് തുറന്നു ആ ടാപ്പ് നല്ല ഈസി ആയിട്ട്. ചില ഒക്കേഷൻസിൽ ഇങ്ങോട്ട് തിരിക്കുന്നതിന് പകരം അപ്പുറം വശത്തോട്ട് തിരിക്കുമ്പോ അത് ടൈറ്റ് ആയി പോകും. Chittering with irritation and disappointment at the tap's failure to cooperate. അപ്പൊ അതിന് ഇച്ചിരി ദേഷ്യം വരും, അത് ഒച്ചയൊക്കെ ഉണ്ടാക്കി ഇറിറ്റേഷനോട് കൂടി, കാരണം അത് മുറുകിപ്പോയല്ലോ. Very soon Mitch would follow me without a lead and come to me when I call his name. അപ്പൊ പെട്ടെന്ന് തന്നെ മിജ്ബില് എന്നെ ലീഡ് ചെയ്യാൻ തുടങ്ങി, എന്റെ പുറകെ വരാൻ തുടങ്ങി. അതുകൂടാതെ പേര് വിളിക്കുമ്പോ കളിക്കാനൊക്കെ വന്നു തുടങ്ങി. He spent most of his time in play. Most of the time കളിച്ചുകൊണ്ട് ആണ് സമയം കളഞ്ഞത്. He spent hours shuffling a rubber ball round the room like a 4-footed soccer player, using all 4 feet to dribble the ball. അപ്പൊ എന്തൊക്കെ കളിയാണ് കളിക്കാണ്, റബ്ബർ ബോൾ ഒക്കെ വെച്ച് അത് ഡ്രാഗ് ഒക്കെ ചെയ്ത് ഒരു സോക്കർ ഫുട്ബോളൊക്കെ കളിക്കുന്നത് പോലെ കളിക്കാൻ തുടങ്ങി. അപ്പൊ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടുകൊടുത്ത് കളിച്ചു തുടങ്ങി. ആൻഡ് ഹി കുഡ് ഓൾസോ ത്രോ ഇറ്റ്, അത് എറിയാനും തുടങ്ങി. വിത്ത് എ പവർഫുൾ ഫ്ലിക്ക് ഓഫ് ദ നെക്ക് ടു എ സർപ്രൈസിങ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. ഫ്ലിക്ക് എന്ന് വെച്ചാൽ ക്വിക്ക് ലൈറ്റ് മൂവ്മെന്റോടുകൂടി അതിങ്ങനെ നെക്ക് കൊണ്ട് തട്ടാനൊക്കെ തുടങ്ങി. വലിയ സർപ്രൈസിങ് ഹൈറ്റിലും ഡിസ്റ്റൻസിലൊക്കെ തട്ടാൻ തുടങ്ങി. But the real play on
of an otter is when he lies on his back and juggles with small objects between his paws. അപ്പൊ അതിന്റെ നല്ല ഒറിജിനൽ പ്ലേ കളിക്കുന്നത് എപ്പോഴാണ്? ഈ എന്താണ് ഈ ചെറിയ ഒബ്ജക്റ്റുകളൊക്കെ കാലിന്റെ ഇടയിലൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിക്കളിക്കും. ലൈസ് ഓൺ ഹിസ് ബാക്ക് and juggles with small object between his paws. Marbles were Mitch's favorite toys for this pastime. അപ്പൊ മാർബിൾസ് ആയിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള, അദ്ദേഹത്തിനല്ല മിഡ്ജിന് ഏറ്റവും ഇഷ്ടമുള്ള ടോയ്. He would lie on his back, rolling 2 or more of them up and down his spine. അപ്പൊ മിഡ്ജില് ഇങ്ങനെ എന്താണ് മാർബിൾസ് ഒക്കെ മേളി വെച്ച് റോൾ ചെയ്യും വീഴാതെ. ഫ്ലാറ്റ് ബെല്ലി വിത്തൗട്ട് എവർ ഡ്രോപ്പിംഗ് വൺ ടു ദ ഫ്ലോർ. ബെല്ലി വയറിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഒരെണ്ണം പോലും താഴേട്ട് ചാടാതെ, ഡ്രോപ്പ് ആവാതെ ശ്രദ്ധിച്ച് നമ്മുടെ ബിജ്ബില് ഈ കളി കളിക്കുമായിരുന്നു മാർബിൾ വെച്ചിട്ട്. In the third part, the days passed peacefully at Basra, but I dreaded the prospect of transporting Mitch to England. അപ്പോ ഭയങ്കര ബസ്രയിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഈ ദിവസങ്ങളൊക്കെ കടന്നുപോയി. പക്ഷെ അദ്ദേഹത്തിന് ഒരു പേടി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു ഫിയർ ഉണ്ടായിരുന്നു, ഗ്രേറ്റ് ഫിയർ. എന്തെങ്കിലും ഫ്യൂച്ചറിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. കാരണം എന്താണ്? ആൻഡ് ടു ക്യാമസ്ഫെർണ. അപ്പൊ ട്രാൻസ്പോർട്ടിംഗ് മിച്ച് ടു ഇംഗ്ലണ്ടില് ക്ലാമസ്ഫെർണയിലേക്ക് നമ്മുടെ മിജിനെ കൊണ്ടുപോകുന്നത് അത്ര ഈസി ആയ കാര്യമല്ല. ദ ബ്രിട്ടീഷ് എയർലൈൻ ടു ലണ്ടൻ വുഡ് നോട്ട് ഫ്ലൈ ആനിമൽസ്. അപ്പൊ ലണ്ടനിലേക്കുള്ള ബ്രിട്ടീഷ് എയർലൈൻസുകാർ ഒരിക്കലും ആനിമൽസിനെ വണ്ടിയിൽ കയറ്റാറില്ല. സോ ഐ ബുക്ക്ഡ് എ ഫ്ലൈറ്റ് ടു പാരീസ് ഓൺ അനദർ എയർലൈൻ. അതുകൊണ്ട് ഞാൻ വേറൊരു എയർലൈൻ എന്ത് ചെയ്തു? ബുക്ക് ചെയ്തു പാരീസിലേക്ക് പോവാൻ. ആൻഡ് ഫ്രം ദെയർ ടു ലണ്ടൻ. ആരും പാരീസിൽ പോവും, പാരീസിൽ നിന്ന് പിന്നെ ലണ്ടനിലേക്ക് പോകും. The airline insisted that Mitch should be packed into a box not more than 18 inches square. അപ്പൊ ഈ എയർലൈൻകാർ പറഞ്ഞു മിജിനെ പാക്ക് ചെയ്യണം, പക്ഷെ ആ ബോക്സ് 18 ഇഞ്ചസിനുള്ളിലുള്ള ഒരു സ്ക്വയർ ബോക്സ് ആയിരിക്കണം. ടു ബി ക്യാരിഡ് ഓൺ ദ ഫ്ലോർ അറ്റ് മൈ ഫീറ്റ്. ഐ ഹാഡ് എ ബോക്സ് മെയ്ഡ്. അതുകൊണ്ട് 18 ഇഞ്ചസ് ഉള്ള ഒരു ബോക്സ് ഒക്കെ ഉണ്ടാക്കി. ആൻഡ് an hour before we started. 1 മണിക്കൂർ മുമ്പ് ഇവർ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തു അങ്ങോട്ട്. I put Mitch into the box so that he would become accustomed to it. അപ്പൊ എയർപോർട്ടിൽ ചെന്നപ്പോ ഈ ബോക്സിലിട്ട് നമ്മുടെ മിജിനെ നമ്മുടെ റൈറ്റർ ഗാവിൻ മാക്സ്വെൽ ഇട്ടു. എന്തിനാ? ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിട്ട്. ആ ബോക്സിലൊക്കെ ആയിട്ട് ഒരു ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നേരത്തെ ബോക്സിൽ വെച്ചു. ആൻഡ് ലെഫ്റ്റ് ഫോർ എ ഹറീഡ് മീൽ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ റൈറ്റർ പോയി. When I returned, there was an appalling spectacle. Appalling means ഒരു ഷോക്കിംഗ് സ്പെക്ടക്കിൾ, ഒരു ഷോക്കിംഗ് സീനാണ് അദ്ദേഹം കണ്ടത്. കുറെ ആളുകൾ എന്ത് ഷോക്കിംഗ് സീനാണ് കണ്ടത്? There was complete silence from the box. ബോക്സിൽ ഒരു സൗണ്ടും ഇല്ല. But from its air holes and chinks around the lid. അതിന്റെ എയർ ഹോൾസിൽ നിന്നും എന്താണ് വന്നിരിക്കുന്നത്? ചിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് പാർട്ട്, അതിലൂടെ ചെറിയ ചെറിയ ഓപ്പണിംഗ് ഉണ്ടല്ലോ, ആ ലിഡിക്കടെ ബ്ലഡ് ഹാസ് ട്രിക്കിൾഡ് ആൻഡ് ഡ്രൈഡ്. എന്താണ്? ബ്ലഡ് പയ്യെ ഒലിച്ചിറങ്ങുന്നു. ഐ വൈപ്ഡ് ഓഫ് ദ ലോക്ക് ആൻഡ് ടോർ ഓപ്പൺ ദ ലിഡ്. അവര് ക്വിക്ലി എന്താണ് ആ ലോക്കൊക്കെ ഓൺ ചെയ്ത് നോക്കുകയാണ്. ആൻഡ് മിജ് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട്, ടയേർഡ് ആയിട്ട്, ബ്ലഡ് ഒക്കെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. കോട്ട് അറ്റ് മൈ ലെഗ്. ഹി ഹാഡ് ടോൺ ദ ലൈനിങ് ഓഫ് ദ ബോക്സ് ടു ഷ്രെഡ്സ്. എന്താ പറ്റിയ? എന്നിട്ട് താഴെ കുറച്ച് മെറ്റൽ ലൈനിങ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ചു, പീസസ് ആക്കി. When I removed the last of it so that there were no cutting edges left. ആ കട്ടിംഗ് എഡ്ജസിൽ ടച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ ബിജ്ബിലിന് ബ്ലഡ് വന്നത്. It was just 10 minutes until the time of the flight and the airport was 5 miles distant. അപ്പൊ ഏകദേശം 10 minutes ഉണ്ടായിരുന്നുള്ളൂ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 5 മൈലോളം നടക്കുകയും ചെയ്യണം എയർപോർട്ടിലേക്ക്. ഐ പുട്ട് ദ മിസറബിൾ ബിച്ച് ബാക്ക്. ഭയങ്കര വിഷമിച്ചാണെങ്കിലും മിജിനെ ബാക്കിൽ ബോക്സിൽ വെച്ചിട്ട് ഹോൾഡിംഗ് ഡൗൺ ദ ലീഡ് വിത്ത് മൈ ഹാൻഡ്. ആ ലിഡിൽ പിടിച്ച് അദ്ദേഹം ഓടുകയാണ് ഫ്ലൈറ്റിലേക്ക്. ഐ സാറ്റ് ഇൻ ദ ബാക്ക് ഓഫ് ദ കാർ വിത്ത് ദ ബോക്സ് ബിസൈഡ് മീ ആസ് ദ ഡ്രൈവർ ടോർ ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് ബസ്ര ലൈക്ക് എ റിക്കോഷേയിങ് ബുള്ളറ്റ്. അപ്പൊ ആ കാറില് അവിടെ എത്തണം, 5 മൈലോളം ട്രാവൽ ചെയ്ത് നമ്മുടെ എയർപോർട്ടില് ക്രാഫ്റ്റിന്റെ അടുത്ത് എത്തണം. അപ്പൊ ബുള്ളറ്റ് പോലെ ഓടിക്കുകയാണ് നമ്മുടെ ഡ്രൈവർ.
The aircraft was waiting to take off. ഇപ്പൊ എയർക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. I was rushed through to it by infuriated officials. അപ്പൊ അവിടുത്തെ officials ഒക്കെ ഇച്ചിരി ആംഗ്രി ആയിരുന്നു. Luckily, the seat booked for me was at the extreme front. ഇപ്പൊ സീറ്റ് എവിടെയായിരുന്നു? ഏറ്റവും ഫ്രണ്ടിലായിരുന്നു. I covered the floor around my feet with newspapers, ran for the air hostess. ഞാൻ എൻ്റെ ഫ്ലോറ് എന്താണ് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വെച്ച് ക്ലിയർ ചെയ്തു. എന്നിട്ട് എയർ ഹോസ്റ്റസിനെ നോക്കി ആൻഡ് ഗേവ് ഹർ എ പാർസൽ ഓഫ് ഫിഷ്. എയർ ഹോസ്റ്റസിന് ഒരു പാർസൽ ഓഫ് ഫിഷ് കൊടുത്തു. ആർക്ക് വേണ്ടിയിട്ടാണ്? മിഡ്ജിവിലിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ടു കീപ് ഇൻ ദ കൂൾ പ്ലേസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കൂൾ പ്ലേസിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ ടുക്ക് ഹർ ഇൻ ടു മൈ കോൺഫിഡൻസ്. എന്നിട്ട് നമ്മുടെ എയർ ഹോസ്റ്റസിനോട് അവരുടെ ഈ മിഡ്ജിബിലിന്റെ ലൈഫും മാക്സ്വെല്ലിന്റെയും ഒക്കെ ലൈഫ് ഷെയർ ചെയ്തു. ആ സീക്രട്സ് എല്ലാം ഷെയർ ചെയ്തു. Events for the last half hour, I have retained the most profound admiration for that air hostess. She was a very queen of her kind. അപ്പൊ ആ എയർ ഹോസ്റ്റസിനെ കുറിച്ച് നമ്മുടെ ഗ്യാവിൻ മാക്സ്വെൽ പറയുന്ന അവര് വളരെ നല്ലൊരു സ്ത്രീയാണ്. അവരുടെ ഒരു രാജകുമാരി പോലെ അത്രയും കൈൻഡ് ആയിരുന്നു അവര്. She suggested that I might prefer to have my pet on my knee. അപ്പൊ അവര് സജഷൻ പറഞ്ഞു, പെറ്റിനെ കാലിന്റെ അവിടെ വെച്ചോളൂ. And I could have kissed her hand in the depth of my gratitude. അത് കേട്ടപ്പോ ശരിക്കും പറഞ്ഞാൽ ഗ്യാവിൻ മാക്സ്വെലിന് അവർ ആ റെസ്പെക്ട് കൊണ്ട് അല്ലെങ്കിൽ നന്ദി കൊണ്ട് ഒരു കിസ് കൊടുക്കണമെന്ന് തോന്നി. ബട്ട് നോട്ട് നോയിങ് ഔട്ടേഴ്സ്, ഐ വാസ് ക്വൈറ്റ് അൺപ്രിപ്പയർഡ് ഫോർ വാട്ട് ഫോളോഡ്. അപ്പോ പക്ഷേ ഞാൻ എന്താണ്, ഒട്ടേഴ്സിനെ കുറിച്ച് എനിക്ക് നന്നായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഞാൻ അൺപ്രിപ്പയർഡ് ആയിരുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. അപ്പൊ ഇത് ലെങ്തി ലെസൺ ആയതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അതായത് പേജ് നമ്പർ എന്താണ് 107 സ്റ്റോപ്പ് ചെയ്യാണ്. 108 9 10 പാർട്ട് 2 എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.